Welcome to Great Vaidyas by Sattva TV. Here we have Dr. Ram Prasad, who has undergone training in Gurukula Sampradaya in Ayurveda College, Coimbatore. He is also well versed in tongue diagnosis, hypnotherapy, who also has treated many patients here and abroad in Australia. Now let's talk more with him. നമസ്തേ. ഡോക്ടർ ഈ ഇന്ത്യയിലല്ലാണ്ട് തന്നെ ഫോറിൻ്റെ അകത്തും കുറേ സ്റ്റുഡൻസിന് ടീച്ച് ചെയ്തിട്ടും ചികിത്സിച്ചിട്ടും അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഡോക്ടറിൻ്റെ തുടക്കകാലത്തെ കോളേജ് ലൈഫ് എങ്ങനെയാണ് ഈ ആയുർവേദ ഫീൽഡിൻ്റെ അകത്തേക്ക് എത്തിയത്? അത് തീരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഇത് ആയുർവേദം പഠിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. അച്ഛൻ ആയുർവേദം പഠിക്കാൻ ശ്രമിച്ചിട്ട് എന്തോ ബുദ്ധിമുട്ട് കാരണം പിന്നെ സംസ്കൃതം പഠിച്ച് സംസ്കൃതം ഭാഷയായി, ഹിന്ദിയും മലയാളമൊക്കെ പഠിച്ച് ഹൈസ്കൂളിൽ ഡിഗ്രി എല്ലാത്തിനും ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞിരുന്നു, നീ ആയുർവേദം പഠിക്കും. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആയുർവേദത്തിൽ. പക്ഷേ ഇൻട്രസ്റ്റ് വന്നത് ഞാൻ പ്രീ ഡിഗ്രി മാത്സ് തുടങ്ങിയപ്പോഴാണ്. ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ടീച്ചേഴ്സാണോ സബ്ജക്റ്റാണോ ഞാനാണോ എനിക്കറിയില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ശരിയാവില്ല, ഇനി വല്ല ആർമിയിലും പോയി ചേർന്നാലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നിനക്കതിനുള്ള വെയിറ്റ് ഇല്ലടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയി ഇരിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത്, പരസ്യം കാണാണ്ട് കോയമ്പത്തൂർ ആയുർവേദ കോളേജിലേക്ക് പോവാം. എന്നിട്ട് ആപ്ലിക്കേഷനൊക്കെ അയച്ച് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. 2 ദിവസം കിട്ടുമെന്ന് വിചാരിച്ചില്ല, കാരണം അത്ര അധികം ആൾക്കാർ. ഇൻ്റർവ്യൂ നല്ല രസമായിരുന്നു. 2 ദിവസം 4-5 ടെസ്റ്റുകൾ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂയിൽ അവസാനത്തെ 12-ൽ പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ആയുർവേദത്തിൽ വന്നു പെട്ടത്. പിന്നെ ആയുർവേദത്തിൽ തുടക്കം നല്ല എളുപ്പമായിരുന്നു, കാരണം ഞാൻ യോഗ ചെയ്തിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതുപോലെ ഈ ചിത്രം വരയ്ക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചിത്രം വരച്ചിരുന്നില്ല. ഇവിടെ വന്നപ്പോഴേക്കും കോളേജിലെ ആർട്ടിസ്റ്റായി മാറി. അപ്പോൾ പെട്ടെന്നൊരു ആക്സെപ്റ്റൻസും എല്ലാവർക്കും എന്നോട് ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ, ഈ കണക്ഷൻ എന്നുള്ള സംഭവമുണ്ട്. അത് വന്നതോടുകൂടി പിന്നെ എളുപ്പമായി. പിന്നെ നെവർ ഹാഡ് ടു റീതിങ്ക് അബൌട്ട് ഡിഡ് ഐ ഡു ദ റൈറ്റ് തിങ്. പിന്നെ സംസ്കൃതം അറിയാം, അത് പഠിക്കാൻ എളുപ്പമുണ്ടായി. പക്ഷെ സംസ്കൃതം അറിയാത്ത ഒരുപാട് കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു, എന്നെക്കാളും നന്നായിട്ട് പഠിച്ചിരുന്നു അവരൊക്കെ. അപ്പോൾ കോളേജിന്റെ അകത്തേക്ക് ആസ്ട്രോളജിയും വെച്ചിട്ട് ആൾക്കാരെ സെലക്ഷൻ പ്രോസസ്, സെലക്ഷന് ഹൈസ്കൂളിലെ SSLCയുടെ മാർക്കും പിന്നെ ആസ്ട്രോളജിക്കൽ ചാർട്ടൊക്കെ അയച്ചു കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പം കുറച്ചൊരു ഓടാണെങ്കിലും പക്ഷെ കറക്റ്റ് ഇന്ത്യൻ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ടാണ് അന്ന് സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. എനിക്കറിയാവുന്ന അന്ന് എടുത്ത എത്രയോ ബാച്ചിലെ പിള്ളേരെ എനിക്ക് പരിചയമുണ്ട്, 10-12 ബാച്ചിൽ. അതിൽ ഒരാളെങ്ങാണ്ടാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞ് പോയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. പലരും റിട്ടയർ ചെയ്തു. അപ്പോൾ എല്ലാവരും പഠിച്ച എല്ലാവരും പ്രാക്ടീസ് ആയുർവേദം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തോ ഉണ്ട്, എല്ലാവരും നല്ല ഹൈ ഫീൽഡ്സിലേക്കും എത്തിയിട്ടുണ്ട്. അതെ, എക്സ്പോഷർ ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് കൃഷ്ണകുമാർജിയൊക്കെ വളരെ ഹൈ ആക്സസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു ഇവിടെ. കൃഷ്ണകുമാർജിനെ മെൻഷൻ എന്തായാലും ചെയ്യേണ്ട ഒരാളാണ്. ആയുർവേദത്തിന് വേണ്ടിയിട്ട് ലൈഫെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചൊരു, അത്രയും പ്രോമിനൻ്റ് ആയ ഒരാളുടെ കീഴിൽ ഇങ്ങനൊരു കോളേജിൻ്റെ അകത്ത് പഠിക്കാൻ പറ്റുന്നതിന് ഒരു വലിയൊരു ഭാഗ്യമാണ്. യാതൊരു സംശയമില്ല. കാരണം പഠിച്ച് വൈദ്യനാവാം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വൈദ്യന്മാരെ ഉണ്ടാക്കാം, നല്ല വൈദ്യന്മാരുണ്ടാക്കാം. അതായിരുന്നു 2 ചോദ്യങ്ങൾ, ആ ചോദ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും പകുതി വെച്ച് നിർത്തി ആയുർവേദക്കാരെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ചാൻസ് കിട്ടി. ഡോക്ടറുടെ ഗുരുകുല സമ്പ്രദായം എത്രത്തോളം ഒരു വൈദ്യനാവാൻ ഹെൽപ്പ് ചെയ്തു? ഇപ്പോൾ മറ്റേ സമ്പ്രദായം പഠിക്കാത്തതുകൊണ്ട് കൃത്യമായിട്ട് വ്യത്യാസം പറയാൻ പറ്റില്ല. പക്ഷേ രസമായിരുന്നു, ഒരു കണക്കിന് നോക്കുമ്പോൾ വളരെ രസമാണ്. കാരണം മാഷന്മാരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സംശയം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആ പ്രായം എന്ന് പറഞ്ഞാൽ 16, 17, 18 വയസ്സല്ലേ. എന്തായാലും ആഴ്ചയിൽ 1-2 അപകടം ചെയ്യും. അതിന് പ്രിൻസിപ്പാൾ പിടിച്ചു കൊണ്ടുപോകും. പക്ഷെ അവിടെ വെച്ച് പിന്നെ ആയുർവേദ സംസാരം. ഒരു ചോദ്യം, ഈ
എന്താ കുറ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഇടയ്ക്ക് നമ്മളൊരു ഏതെങ്കിലും ആയുർവേദ സംശയം ചോദിച്ചാൽ പിന്നെ ആയുർവേദ 3 മണിക്കൂർ 2 മണിക്കൂർ ഫ്രീ ക്ലാസ്സാണ്. അത് പണിഷ്മെൻ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് നല്ല എനിക്കുള്ള എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസാണ്. ഗുരുകുലം എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു, ഡിസ്ട്രാക്ഷൻ കുറവാണ്. വൈകുന്നേരം എങ്ങനെ പോയാലും ഒരു ചുക്ക് കാപ്പി വാങ്ങി കുടിക്കാനുള്ള ഒരു ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ആ കൂടി ഉണ്ടായിരുന്ന ഒരു റേഡിയോ എങ്ങനെയാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ വളരെ കുറവായിരുന്നു. എവിടെ പോയിട്ടും കള്ളത്തരം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടി വരും. ഡീപ്പായിട്ട് ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് ആഴ്ന്ന. അതെ അതെ അതെ. പിന്നെ ഉള്ള കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്, ആയുർവേദം പഠിക്കാൻ വേണ്ടി വരുന്നവരാണ്. പലരുടെ പാരൻസും ആയുർവേദ ഡോക്ടർമാരാണ്. പലരുടെ ബാക്ക്ഗ്രൗണ്ടും നല്ല ലിറ്ററേച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ മുല്ലപ്പൂം പിടിയേറ്റ് കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ വേറെ വഴിയില്ല, ജയിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സംഭവം. പിന്നെ ഈ 7.5 year കോഴ്സ്, അതിൻ്റെ അകത്ത് ഫസ്റ്റ് 2 years ഇന്ത്യൻ ദർശനങ്ങളും അതൊക്കെ പഠിപ്പിക്കുന്നു. അത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ പ്രീ ഡിഗ്രിയാണ് നമുക്ക് പഠിച്ചിരുന്നത്. അതായത് ഇയർ 11-12 ആണ് നമുക്ക് പ്രീ ആയുർവേദ എന്ന രീതിയിൽ പഠിപ്പിച്ചത്. പക്ഷെ അതുകൊണ്ട് ആയുർവേദത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രീ റിക്വസിറ്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റി. അതായത് ഡിഗ്രി ലെവൽ ബോട്ടണിയാണ് പഠിച്ചിരുന്നത്. ഏതൊരു ബോട്ടണി ഡിഗ്രിക്കാരൻ വന്നപ്പോൾ പറഞ്ഞു ഇത്രയും ഞങ്ങൾ പഠിക്കുന്നില്ല. അതായത് ഡിഗ്രി ലെവൽ ബോട്ടണിയേക്കാളും കൂടുതൽ നമ്മൾ ബോട്ടണി പഠിച്ചിട്ടുണ്ട് ഈ പ്രീ ആയുർവേദത്തിൽ. പിന്നെ സംസ്കൃതം, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ആയുർവേദത്തിൻ്റെ ചരിത്രം, യോഗ, ഇതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പ്രീ ആയുർവേദമായിരുന്നു ഏറ്റവും ടഫ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ വളരെ ടഫായിട്ടുള്ള സാധനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ BAMS വേറൊരു സ്റ്റൈലാണ്, അതുകൊണ്ട് അത് വേറെ തരത്തിലുള്ള ടഫായിരുന്നു. പക്ഷെ പ്രീ ആയുർവേദ വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ മൈൻഡ് സെറ്റ് റെഡിയാക്കാൻ വളരെ നന്നായിരുന്നു. കാരണം നമ്മൾ ബസ്സാണ് വരുന്നത്, ഇത്ര മണിക്കാണ് വരുന്നത്, ടിക്കറ്റ് കയ്യിൽ പിടിച്ച് നിന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബസ് വരുമ്പോൾ അത്ഭുതങ്ങളും ഷോക്കൊന്നുമില്ല. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് റെഡിയാക്കാൻ വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യമാണിത് പ്രീ ആയുർവേദ. ശരിക്കും അത് ഈ തരത്തിലുള്ള പ്രീ ആയുർവേദം എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ആയുർവേദം മനസ്സിലാക്കാനും, ഇപ്പം എസ്പെഷ്യലി സ്റ്റുഡൻസിന് ആയുർവേദം മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, അവരിതുവരെയായിട്ടും എക്സ്പോസ്ഡ് അല്ല. അവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഫീൽഡിൻ്റെ അകത്തേക്ക് വരുമ്പം അവർക്കൊരു ഷോക്ക് ഉണ്ടാവുന്നത്, അതില്ലാണ്ടാവാനും കുറേ സഹായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെ, അത് സംശയമില്ല. കാരണം ബോട്ടണി പഠിക്കുമ്പോൾ നമ്മൾ ഒരു ചെടിയെക്കുറിച്ച് എങ്ങനെയാണ് ചെടിയെക്കുറിച്ചേ പഠിക്കുന്നുള്ളൂ. അതായത് എങ്ങനെയാണ് അതിൻ്റെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണ് അതിൻ്റെ യുണീക്ക് ഫീച്ചർ. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഒരു മരത്തിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക, ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക, ബോട്ടണി അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ആയുർവേദത്തിൻ്റെ രീതി വരുമ്പോൾ പരിചയമുള്ള ഒരു സിസ്റ്റമാണ്. മരത്തിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ചെടിയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഈ ദ്രവ്യഗുണത്തിൽ പറയുന്ന രസഗുണപേരി വിഭാഗങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെ പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളത്. പ്രീ ആയുർവേദം നമ്മളെ പ്രിപ്പയർ ചെയ്തു ശരിക്കും. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കുറവാണ് ഇപ്പം കോളേജസിൻ്റെ അകത്ത് കാണാനും പറ്റുന്നത്. ഈ ഒരു കുട്ടികളുടെ മോട്ടിവേഷനും എല്ലാം ഈ ഒരു എന്താണെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു അവസ്ഥ. യെസ് ആൻഡ് നോ. അതായത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇഷ്ടം പോലെ ആയുർവേദ ഡോക്ടർമാർ ഇപ്പോഴത്തെ 5.5 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് വളരെ അവഗാഹമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത് സംസ്കൃതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടേ ഇല്ല, ബോട്ടണി പഠിച്ചിട്ടില്ല, വേറൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഒരു ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പ് എടുത്ത് വന്നിരിക്കുക. വില്ലിങ്നെസ് വേണം, നമ്മൾ എന്തായാലും പഠിക്കാൻ ഇതിൽ ചേർന്നു നന്നായിട്ട് നോക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. പിന്നെ സ്പൂൺ ഫീഡിങ് പറ്റിയൊരു സാധനമല്ല. നമ്മൾ തന്നെ, കാരണം ആയുർവേദത്തിൻ്റെ രീതി തന്നെ അങ്ങനെയാണ്. ഒരു പകുതിയോളം ഇൻഡയറക്റ്റ് ആണ്, പകുതിയോളം ആയുർവേദം ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ക്രാക്ക് ദീസ് നട്ട്സും ബൂബി ട്രാപ്സും ക്യാച്ച് മീ ഇഫ് യു ക്യാൻ, അങ്ങനത്തെ ഒരു മെത്തേഡാണ് ആയുർവേദത്തിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അല്ലെങ്കിലും
ക്ലാരിറ്റി കുറഞ്ഞ മാതിരി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നാരദ ഭക്തി സൂത്രം, ഇത് എല്ലാ പുസ്തകങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നാരദ ഭക്തി സൂത്രം, ഭക്തി സൂത്രം ഇത് തുടങ്ങുന്നത് ഭക്തിയെ വ്യാഖ്യാനിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ്. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമ. എന്നിട്ട് പറയാണ് സാധു അസ്മിൻ പരമപ്രേമരൂപ നിത്യാശ. ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. പക്ഷേ ആയുർവേദത്തിൽ അങ്ങനെ ഒരു പുസ്തകത്തിലുമില്ല. എന്താണ് ആയുർവേദം എന്ന് വളരെ വേഗമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്തൊന്നും അപ്ലിക്കബിൾ അല്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതൊക്കെ നീ സ്വന്തം പ്രയത്നം കൊണ്ട് പഠിക്കണം, നീ തന്നെ പഠിക്കണം. പല കാര്യങ്ങളും പറയുന്നത് ഇപ്പോൾ ടിപ്പണിയിലും ടീകയിലും ഇതിൻ്റെ ഇത് അർത്ഥം പറയുന്ന ആളുകൾ പറയുന്നത് നിനക്കിത് മനസ്സിലാവില്ല, അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പറയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് രസഭേദീയത്തിലോ ഏതോ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ചികിത്സ പറയുന്നുണ്ട്. ഒരു ദോഷത്തിന് ഇന്ന സീക്വൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഹേമാദ്രിയാണ് തോന്നുന്നുണ്ട് പറയുന്നുണ്ട്, മൂഢബുദ്ധി സമോഹ ഭയാത് അസ്യ അന്തരാർത്ഥം നോച്യതേ. ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലുള്ള മന്ദബുദ്ധികൾ മയങ്ങിപ്പോവും, ബോധം കെട്ട് വീണു. അതുകൊണ്ട് പക്ഷെ അത് അത്ര ടഫല്ല. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റിയൊരു നട്ടാണത്. ഇതിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വി നീഡ് ടു കമ്മിറ്റ്. വൺസ് യു കമ്മിറ്റ് ദെൻ തിങ്സ് ചേഞ്ച്. എവറി ക്വസ്റ്റ്യൻ ദാറ്റ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വി നീഡ് ടു എക്സ്പ്ലോർ. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കമ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്തോളൂ, എന്നാലും കുഴപ്പമില്ല, വേണ്ടവർക്ക് ഇനിയും വേണമെങ്കിൽ കൂടുതൽ. അതെ. അതായത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പറ്റിയ രീതിയിലാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത്. അതായത് സാധാരണ രീതിയിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ മതി, പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പാസ്സാവാം, സുഖമായിട്ട് രോഗികളെ സഹായിക്കാം. പക്ഷെ എന്നാൽ അടുത്ത ലെവലിലേക്ക് പോവുകയും ചെയ്യാം വേണമെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ 3 വയസ്സുള്ളൊരു കുട്ടിയോട് നമ്മൾ പറയാണ് ഇത് മാത്രം തൊട്ടുപോരുത്, ബാക്കി എന്ത് വേണേൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പഞ്ചഭൂതം അവിടേക്ക് പോവുക വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ വേണ്ട. ഈ 3 വയസ്സുള്ള കുട്ടിയുടെ ക്യൂരിയോസിറ്റി പോലും ഒരു ആയുർവേദ വിദ്യാർത്ഥിക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സ്കൂളിംഗ് കൾച്ചർ, എഡ്യൂക്കേഷണൽ സിസ്റ്റം തന്നെ ക്വസ്റ്റ്യൻസിനെ എപ്പോഴും സപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ആ മെൻറ്റാലിറ്റിയാണ്. ഇപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്ത് വിചാരിക്കും ശരിക്കും. പക്ഷെ ഇന്ത്യൻ ശാസ്ത്രവും നമ്മുടെ സംഹിത തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ക്വസ്റ്റ്യൻ ചോദിക്കലാണ്, പിന്നെ ചാലഞ്ചിങ് ആണ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഇങ്ങനെ അല്ലാതായി, അങ്ങനെ പല സാധനങ്ങളും ചാലഞ്ച് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതെ, ചലഞ്ചിങ്ങിന് ക്ലാസ് റൂമിൽ ഈ സ്റ്റുഡൻറ്റിനെ ചലഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഒരു അധ്യാപകന് ഒരു വളർച്ച ഉണ്ടാവില്ല. എല്ലാ വർഷവും ഒരേ സാധനമല്ലേ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഭ്രാന്തായി പോകും. ഈ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും ഒരു അധ്യാപകന് ഈ സാനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് എനിക്ക് വളരെ ഇവിടെ ഒരു 3-4 വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നു ട്യൂട്ടറായിട്ട്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും ഇന്ത്യൻ സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചിരുന്നു. അതിൽ ഈ ചലഞ്ചിങ് ക്ലാസ്സിലാണ് നമുക്ക് ഗ്രോത്ത് വരുന്നത്, ഡെവലപ്മെൻറ്റ് വരുന്നത്. അതില്ലെങ്കിൽ ഒരു എന്താ ഒരു സന്തോഷം കിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ അതിന് ഉത്തരവുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഫുള്ള് ഒരു ഇൻഫോർമേഷൻ, അതാണല്ലോ ഇപ്പം ഇൻഫോർമേഷൻ ഓവർലോഡ് ആണല്ലോ എല്ലാവർക്കും. അതെ. എല്ലാം ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ChatGPT ചോദിച്ചാൽ മതി, ചിലപ്പോൾ ശരിയോ തെറ്റോ അത് വേറെ കാര്യം, ഇത് വായിക്കോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഉത്തരം കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു സമാധാനമുണ്ട്. ശരിക്കും അവർക്ക് ആ ഒരു ക്വസ്റ്റ്യനോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നും കൂടെ അതൊരു വലിയൊരു കാര്യമാണ്. അത് ഇപ്പോൾ ജെന്യൂനായിട്ട് വരുന്നൊരു ചോദ്യത്തിന് ഉത്തരം ശരിക്കും ഒരു അധ്യാപകൻ പറയേണ്ട ആവശ്യം കൂടി ഇല്ല. അധ്യാപകൻ ഒരു സൗണ്ടിങ് ബോർഡായിട്ട് നിന്നാൽ മതി. ഇവന് സ്റ്റുഡൻറ്റിന് സപ്പോർട്ട് കൊടുത്ത് ഒന്നും കൂടി ചോദിക്കും, രണ്ടാമതും ചോദിക്കും, മൂന്നാമതും ചോദിക്കും എന്ന് പറയുമ്പോഴേക്കും ഉത്തരം കിട്ടും. അത് എത്രയോ സന്ദർഭങ്ങൾ ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടിയ സ്റ്റുഡൻറ്റിന് ഉള്ള സന്തോഷം കാണണം. അപ്പോൾ മറ്റുള്ളവരൊക്കെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, എന്തത്. പക്ഷെ അവർക്കത് കിട്ടൂല, കാരണം അവരുടെ എല്ലാ ചോദ്യം എന്നുള്ളതാണ്. ഒരു ഗുരു ശരിക്കും ആ ഒരു ആൻസറിലേക്ക് നയിക്കുകയാണ്, പറഞ്ഞു കൊടുക്കല്ല, നയിക്കുകയാണ് ഒരു ഗുരുവിന്റെ കാര്യം. അത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. അതൊരു ത്രില്ലിംഗ് പോയിന്റ്. നമുക്ക് ഉത്തരം അറിയാമെങ്കിലും പറയേണ്ട ആവശ്യമില്ല, അറിഞ്ഞില്ലെങ്കിലും പറയേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് ടു സപ്പോർട്ട് ദം, അത്രേ ഉള്ളൂ. അവരുടെ വഴിക്ക് നമ്മളൊന്നൊരു താങ്ങ്. അതെ. അപ്പോൾ അവർക്കാണെങ്കിൽ അവർ നേടിയൊരു ഉത്തരം അവരുടെ എക്സ്പീരിയൻസും സബ്ജക്റ്റും അങ്ങനെ ആഴ്ചയിൽ ഒരു ഉത്തരം അവൻ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ,
ആ ഒരാളുടെ എനർജി അത്ര ഹൈ ആയിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇത് വെറുതെ ഒരു ഇൻഫർമേഷൻ നൽകുക എന്നല്ലാണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ആരും റെഡിയോ അല്ല, ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും റെഡിയല്ല. അതെ, ഉണ്ടായിരിക്കും, നമുക്കറിയുന്നില്ല. പക്ഷെ പൊതുവെ നോക്കുമ്പോൾ കാണാനില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് അതാണ്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു 90% ആൾക്കാർക്കും ഒരു എന്തൂസിയാസം ഇല്ല, ക്യൂരിയോസിറ്റി ഇല്ല. പക്ഷെ ബാക്കിയുള്ള 10% ഉണ്ട്. അപ്പോൾ ദർ ഇസ് ഓൾവേസ് ഹോപ്പ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ ഈ 7.5 വർഷത്തിൻ്റെ ആയുർവേദ കോളേജ് കോയമ്പത്തൂരിൻ്റെ ഒരു ഏറ്റവും വലിയ ശക്തി. ഈ ഒരു ഗുരു എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ, ആ ഒരു ഗുരുകുല സമ്പ്രദായം എന്നാൽ ആ ഗുരുവിന് ഒരു വാല്യൂ അവിടെ കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ. അതായത് എന്ത് ചോദ്യം ചോദിക്കാം, എന്ത് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുള്ളൊരു ഉറപ്പ് വരുമ്പോണ്ടല്ലോ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് സപ്രസ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ചോദിക്കാനും പേടിയായിരിക്കും. പിന്നെ ജീവിതകാലം മൊത്തം ഒരു ഇതിനെ തന്നെ, കാരണം ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് വിചാരിക്കുക അത് ഫോൾസ് ആണെന്നാണ്. ശരിയാ, 4 ചോദ്യം ചോദിച്ചു ഉത്തരം കിട്ടിയില്ല, അതോടെ ഇവൻ ചോദിക്കുന്നത് നിർത്തും. അതും കണ്ടിട്ടുണ്ട്. അതെ, ഇതേ പ്രശ്നമാണ് പൊതുജനങ്ങൾക്കും വരുന്നത്. പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വൈദ്യന്മാരോടാണ്, ഈ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെടുത്ത്. അപ്പൊ അവർക്ക് ഉത്തരം അത് കൃത്യമായിട്ട് നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഫീൽഡേ ഇല്ല എന്നേ വിചാരിക്കുള്ളൂ. അതെ അതെ അതെ. അല്ല, ഇത് ഒരു ഗുണവും ദോഷവും ഇതിൻ്റെ ആയുർവേദത്തിൻ്റെ ഭാഷ എന്നൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ സംസ്കൃത പദങ്ങൾ മാത്രം വെച്ച് നമ്മൾ ജീവിക്കാൻ നോക്കും. ആളുകളോട് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഈ 10 വയസ്സുള്ള ഒരുത്തൻ ബുദ്ധിയിലൊരു പയ്യൻ ചോദിക്കണേ എന്താണ് ഈ ആയുർവേദത്തിൽ പറയുന്ന കാര്യങ്ങൾ, അത് നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ പ്ലെയിനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇത് അറിയാൻ നോക്കണം, പഠിച്ചു കഴിഞ്ഞിട്ടെങ്കിലും അറിയാൻ നോക്കണം. ജയിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാക്കും ഓരോ തത്വങ്ങളും ഓരോ ആപ്ലിക്കേഷൻ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഈ പലപ്പോഴും നമ്മൾ ആയുർവേദം പറയുമ്പോൾ ഈ ടെക്നിക്കൽ ടേം വന്നിട്ട് ആകെ പ്രശ്നമാക്കും. അതില്ലാതെ വെറുതെ മലയാളത്തിൽ പറഞ്ഞാൽ അവന് ഒരു ഇൻറ്ററാക്ഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ വർത്തമാനം പറയാൻ പറ്റേണ്ടതാണ്. എന്താണ് ഒരു കോൺസെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു അറിവിനൊരു അർത്ഥമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു 7.5 വർഷം ഈ ഒരു ഫണ്ടമെന്റൽസ് കിട്ടിയതിന് ശേഷം പിന്നെ ഡോക്ടർ എന്താണ് അടുത്തൊരു സ്റ്റെപ്പായിട്ട് ചെയ്തിരുന്നത്? അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ചെയ്തത് ഈ ആയുർവേദം വർക്ക് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു അന്വേഷണമായിരുന്നു. അതിൽ ഒരുപാട് വൈദ്യന്മാരെ കണ്ടു. അതിൽ വൈദ്യമഠം ചെറിയ നാരായണ നമ്പൂരെ അടുത്തായിരുന്നു ഞാൻ 11 മാസം നിന്നത്. അറിയേണ്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ആയുർവേദം വർക്ക് ചെയ്യുമോ എന്നുള്ളത്, പിന്നെ മനുഷ്യന്മാരുമായിട്ട് എങ്ങനെ ഇടപെടുക എന്നുള്ളത്. കാരണം ഓരോ ആളും ഓരോ വ്യക്തിയാണ്, ഓരോ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. ഇതെങ്ങനെ നമ്മൾ ഈ ആളുകളായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഫക്റ്റീവായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടി അവിടെ നിന്നത്. അത് മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യം കൂടി പഠിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വൈദ്യൻ എന്ന രീതിയിൽ നമ്മൾ സ്വയം ആരോഗ്യം നോക്കണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പഠിച്ചു. അതായത് നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം, അത് കഴിയുന്നത്ര ശക്തമായി നോക്കണം, അതിൻ്റെ ആ മെസ്സേജ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതും അവിടുന്ന് മൂന്നാമത്തെ ബോണസായി കിട്ടിയതാണ്. ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് മിക്കപേരും ഡോക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ രോഗമുള്ളത്. ഡോക്ടേഴ്സിന് 5 വർഷം ആയുസ് കുറവാന്നാണ് പറയുന്നത്. അതെ. അപ്പം സ്വന്തം ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവരെങ്ങനെയാണ് ബാക്കിയുള്ളവരെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ. അത് വലിയൊരു സംശയമാണത്, വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് നമ്മൾ ഒരു കഴിയുന്നത്ര ജീവിക്കലും മരിക്കലും രോഗം വരാതിരിക്കലും ഒക്കെ ഇറ്റ്സ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു റുട്ടീൻ ഉണ്ടല്ലോ, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റുട്ടീൻ, അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അത് ഈ 7.5 വർഷത്തെ കോഴ്സിൻ്റെ അകത്ത് ആ ഒരു ദിനചര്യയും കൂടെ അവിടെ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ട് ആദ്യത്തെ വർഷം നമുക്ക് രാവിലെ എന്നും കളരി ചെയ്യേണ്ടി വന്നിരുന്നു. ആ വയസ്സിൽ 16 വയസ്സിൽ അത് ഇഷ്ടമായിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴല്ലോ അത് നല്ലൊരു എന്താ പറയുക, ഒരു ബിഹേവിയർ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 5-6 വർഷം എന്നും രാവിലെ യോഗ ആസനങ്ങൾ ചെയ്യേണ്ടി വന്നു.
ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു, വാസുദേവൻ സാറ്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അഷ്ടാംഗതയും ചരകം, പ്രത്യേകിച്ച് ചരകം ഒക്കെ പഠിപ്പിച്ചതും അദ്ദേഹമാണ്. അപ്പോൾ അത് ആ ട്രഡീഷണൽ ലേണിങ്ങിൻ്റെ എനർജി ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടത്. ചരകം മുഴുവൻ പഠിച്ചില്ലെങ്കിലും അതിൻ്റെ എനർജിയെക്കുറിച്ചുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, എന്താണത്, എങ്ങനെയാണത്, അത് ഫണ്ടമെന്റൽസ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലോണം. അതേ തന്നെ യോഗയും കളരിയും ഒക്കെ ഡെയിലി ലൈഫിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ, എങ്ങനെ ആയുർവേദ പ്രിൻസിപ്പിൾസ് നമ്മളെ ലൈഫിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ അത് സഹായിച്ചു. അല്ല, ഇത് നമ്മൾ ഈ ദിനചര്യയുടെ ഭാഗമായിട്ട് അത് വരുന്നത് വ്യായാമം എന്നുള്ളത്. അത് പലതരത്തിലുണ്ട്. ഇപ്പോൾ യോഗ ശരിക്കും വ്യായാമമല്ല, അതൊരു എന്താ പറയുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഓരോ ആസനത്തിലും അല്ലെങ്കിൽ പോസിലും യു ആർ പേയിങ് അറ്റൻഷൻ ടു യുവർ സെൽഫ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ. അപ്പോൾ അത് എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശരിക്കും ആചാര്യന്മാർ ആസനത്തിന് എക്സസൈസ് എന്നല്ല പറയുക. സ്ഥിര സുഖമാസനം, അത് സ്ഥിരം സുഖം. അതായത് നമുക്ക് ഈ കംപ്ലീറ്റ് എന്താ പറയുക അഡാപ്റ്റബിലിറ്റി, ഫിസിക്കൽ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടതാണ്. അത് ഏത് പോസിലും എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാനും ഉള്ള ഒരു കഴിവാണ് ആസനം എന്ന് പറയുന്നത്. അതിന് കിട്ടണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ് പറയുന്നുണ്ട്, സ്റ്റിൽനെസ്സും പറയുന്നുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു 72 or 72,000. യോഗയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് യോഗ ആസനങ്ങൾ മാത്രമാണ്. പക്ഷെ ആരും അറിയുന്നില്ല അതിന് മുന്നേ യമം, നിയമം, അതിന് ശേഷമാണ് ആസനം വരുന്നത്, അതിന് ശേഷമാണ് പ്രാണായാമം വരുന്നത്. അതെ അതെ അതെ. ഇത് യോഗ തിയറി എന്നുള്ള രീതിയിൽ കുറച്ച് കാലം പഠിപ്പിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് ഒരു ലൈഫ് കോച്ചിങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു ലൈറ്റായിട്ടുള്ള സൈഡ് അത് എടുക്കാം. ഇത് യമം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, എങ്ങനെയാണ് സൊസൈറ്റിയിൽ ആക്സെപ്റ്റബിൾ ആവുക, സോഷ്യലി ഇൻ്ററാക്ട് ചെയ്യുക, എഫക്റ്റീവായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വരുന്നത് എങ്ങനെയാണ്, അത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. അതിലാണ് ഈ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. പിന്നെ രണ്ടാമത് നിയമത്തിൽ അത് എങ്ങനെയാണ്, ഹൗ യു റൺ യുവർ ഓൺ ലൈഫ്, അപ്പോൾ ഹൗ ഡു യു ഓർഗനൈസ് യുവർ ഇന്നർ സെൽഫ്. അതിലാണ് ശുചി, തപ, സന്തോഷ, ഈശ്വര പ്രണിധാനം, സ്വാധ്യായം. ഇതൊക്കെ വൃത്തിയായിട്ട് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാണല്ലോ നമ്മുടെ എങ്ങനെ ജീവിക്കുക എന്നുള്ളത് കൃത്യമായി സെറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞാണ് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആസനം. അത് കഴിഞ്ഞ് ഫിസിയോളജിക്കൽ ഫിറ്റ്നസ്, കൈയുണ്ട് പക്ഷെ വർക്ക് ചെയ്യണ്ടേ, പ്രാണനെ ആയാമം, എങ്ങനെയാണ് രക്തം ഓടുന്നതും അതുകൊണ്ട് എനർജി റിലീസ് ചെയ്യുന്നതും, അത് പ്രാണായാമം എന്നുള്ള തത്വമാണ്. അതിപ്പോൾ മൂക്കിൽ ശ്വാസം വലിച്ച് വിടാം, അതൊരു പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈ ഫിസിയോളജിക്കൽ ഫിറ്റ്നസ്സാണ് വരുന്നത്. പിന്നെയാണ് ഈ പ്രത്യാഹാരം. അതായത് ഓക്കെ, യു ഹാവ് എ ഗോൾ, ദെൻ കട്ട് ഡൗൺ ഓൺ യുവർ വേസ്റ്റേജ്. ഇപ്പോൾ 4 ഇൻ്റർനെറ്റുണ്ട്, 3 കാറുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. അപ്പോഴാണ് പ്രത്യാഹാരം വരുന്നത്. ഓക്കെ, വേണ്ടത് മാത്രം കയ്യിൽ വയ്ക്കുക. ധാരണ, ഇനി എന്താ വേണ്ടത് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് നോക്കുക. ധ്യാനം, അത് മെഡിറ്റേറ്റീവായിട്ട്, അത് രാത്രിയും പകലും അതാണ് കാണുന്നത്. എങ്ങനെ? മോക്ഷത്തിൽ കൂടെ. അതെന്താ മോക്ഷം? കമ്മിറ്റ്മെൻറ്റ് വിത്ത് ഡിറ്റാച്ച്മെൻറ്റ്. മോക്ഷം അതാണ്. അതായത് മരിച്ചു പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുന്നൊരു സംഭവമായിട്ട് യോഗസൂത്രത്തിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അതായത് ഈ മോക്ഷം എന്ന് പറയുന്നത് ഈ കമ്മിറ്റ്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും. അതായത് യു ആർ കമ്മിറ്റഡ് ടു ദ ഗോൾ ബട്ട് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്. എന്ന് വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ദ ഗോൾ എന്നല്ല അത്. ഗോൾ ക്യാൻ ഗോ റോങ്. ഐ മീൻ യു മേ നോട്ട് അച്ചീവ് ദ ഗോൾ. ദെർ ആർ മില്യൺസ് ഓഫ് ഫാക്ടേഴ്സ്. ഒരാളുടെ ധർമ്മം ചെയ്യാം. അത് പക്ഷെ കമ്മിറ്റ്മെൻറ്റ്, റിസോഴ്സും എല്ലാം വെച്ചിട്ട് ഫുൾ മാസീവ് ആക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും. പക്ഷെ സ്റ്റിൽ തിങ്സ് ക്യാൻ ഗോ റോങ്. അപ്പോൾ ഈ റിസൾട്ട് ഷുഡ് നോട്ട് അഫക്റ്റ് മീ. അതന്നെയാണല്ലോ മഹാഭാരതത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ ധർമ്മം ചെയ്യും, കർമ്മത്തിനെ ചിന്തിക്കേണ്ടി. കാരണം റിസൾട്ട് എക്സസീവായിട്ട് പോസിറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാൻ പറ്റും. നെഗറ്റീവ് ആണെങ്കിലും ചാവാൻ പറ്റും. പക്ഷെ ദാറ്റ് മീൻസ് ദ റിസൾട്ട് ഈസ് അഫക്റ്റിംഗ് മീ. അത് തന്നെ. അപ്പൊ ഇത് സംഭവം ഭയങ്കര രസമുള്ള ഇതിനെപ്പോലൊരു ലൈഫ് കോച്ചിങ് വേറെ എവിടെയും കണ്ടിട്ടില്ല ഞാൻ. ലൈഫ് കോച്ചിങ് കണ്ടിട്ടുണ്ട്. ഈ യോഗ ഒരാളുടെ ഇപ്പം ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയുള്ള ഒരു സാധനവും യോഗയാണെന്ന് തോന്നുന്നു. കാരണം എത്രത്തോളം ഡിപ്രഷനും ആൾക്കാർ ഈ മെറ്റീരിയൽ വേൾഡിനോട് അത്രയും അറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോൾ ഒരു യോഗ മാതിരിയുള്ള ഒരു
അയ്യോ കടക്കുമ്പോഴേക്കും ആളുടെ ലൈഫിനെ അല്ല അതിൽ ഫുള്ളായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിത്യചൈതന്യ എത്തിയ പോലുള്ള ആൾക്കാരൊക്കെ യോഗത്തിനെ വളരെ എന്താ പറയുക റിലവൻ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കണ്ണു വെച്ച് പോവുക. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനാണ് നിങ്ങൾ $20 കൊടുത്ത് യോഗ ക്ലാസ്സിൽ പോകുന്നത്? അദ്ദേഹത്തിന് മിക്കവാറും വെസ്റ്റേൺ സ്റ്റുഡൻസ് ആയിരുന്നു, ഊട്ടിയിലോ എവിടെയായിരുന്നു വന്നിട്ട്. അപ്പോൾ ഇതാണ് ചോദ്യം, എന്തിനാണ് നിങ്ങൾ $20 കൊടുത്തിട്ട് ഒരു യോഗ ക്ലാസ് പോകുന്നത്? നിങ്ങളുടെ ബെഡ്റൂമിൽ ചെന്ന് നോക്കൂ, ഈ അലമാരി ക്ലീൻ ചെയ്തിട്ട് എത്ര കാലമായി? ആ ഷെൽഫ്, മറ്റേ ഷെൽഫ് ഓർഗനൈസ് ചെയ്ത് എത്ര കാലമായി? എല്ലായിടത്തും പുറത്ത് വയ്ക്കൂ, നിലമൊക്കെ ക്ലീൻ ചെയ്യൂ, കട്ടിലെടുത്ത് എല്ലാം ക്ലീൻ ചെയ്യൂ, എന്നിട്ട് എല്ലാം തിരിച്ച് ആവശ്യമില്ല സാധനം എടുത്ത് കളഞ്ഞ് ആവശ്യമുള്ള മാത്രം വെച്ച് ഇനി ഇരുന്നിട്ട് നോക്കുക എത്ര ആസനം നിങ്ങൾ പെർഫോം ചെയ്തു എന്ന്. 20-30 ആസനം മീനിങ് ഫുള്ളായിട്ട് പെർഫോം ചെയ്തു. ഇത് ശരിക്കും കാണുന്നവർക്കും ഈ ഇന്റർവ്യൂ കാണുന്നവർക്കും ഭയങ്കര ഒരു എങ്ങനെ ഇത് തുടങ്ങണം, യോഗ ചെയ്യണം എന്ന് മനസ്സിൽ കുറെ പേർക്ക് ഉണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു ടിപ്പായിരിക്കും എങ്ങനെ ചെയ്യാം. അല്ല, ഇത് 2-3 പുസ്തകം വൃത്തിയായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ധാരണ കിട്ടും. ഇതിൽ ഈ ശരിക്ക് യോഗസൂത്രത്തിൽ മറ്റേ എന്താ ദൈവത്തിനൊന്നും പറയുന്നില്ല, അത് ആത്മീയല്ല. അത് എന്നുവെച്ചാൽ ആ രീതിയിലുള്ള ഒരു റിലീജിയസ് അല്ല, ഇത് സ്പിരിച്വൽ എന്ന് പറയില്ല. ഇപ്പോൾ ആത്മീയമാണ്, പക്ഷെ അത് സെൽഫ് എക്സ്പ്ലോറേഷൻ, അതാണ് സെൽഫ് റിയലൈസേഷൻ, സെൽഫ് എക്സ്പ്ലോറേഷൻ കൂടെ സെൽഫ് റിയലൈസേഷൻ, അതാണ് അതിൽ കാര്യം. നമ്മളെ സ്കില്ലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ, എന്നിട്ട് അതിനെ ട്രെയിൻ ചെയ്യുക, അതിനെ അപ്ലൈ ചെയ്യുക, ഇതാണ് ധർമ്മം. അതെ അത് പിന്നെ എന്താണ് നമ്മളെ തന്നെ അറിയാണല്ലോ. അതെ അത്രേ ഉള്ളൂ. അതല്ലാതെ ഈ ദൈവം ഒരാളുടെ മറ്റേ മലയുടെ മുകളിലൊരു ദൈവം സമുദ്രത്തിൻ്റെ അടിയിൽ, അതൊരു കുട്ടിക്കഥ എന്നുള്ള രീതിയിൽ പറഞ്ഞു മാത്രം. എന്നാൽ അങ്ങനെയുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്തിലേക്ക് ഈ ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, ഞാൻ ഒരു 30-40 വയസ്സാകുമ്പോഴേക്കും ഞാൻ എന്തിനാ ഇപ്പം ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനൊക്കെ ഈ ഒരു സെൽഫ് റിയലൈസേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ, സെൽഫ് റിയലൈസേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞ പ്രകൃതി പരീക്ഷ. അതായത് പഞ്ചഭൂതം വെച്ച് പ്രകൃതി പരീക്ഷ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ്, ഏതൊക്കെ സ്കിൽ സെറ്റാണ് നമുക്ക്. അപ്പോൾ പലരും പറയും, അയ്യോ എനിക്കില്ല, അത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിനെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഒന്ന് നോക്കൂ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 60% അസുഖങ്ങൾ നമ്മുടെ പ്രകൃതി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്കിൽ സെറ്റിനെ അബ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഈ ആട്ടാനറിയുന്നവനെ അരയ്ക്കാനിരുത്തുക എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ട്, അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അതായത് ആർട്ടിസ്റ്റിനെ കൊണ്ട് ടെക്നിക്കൽ സൈഡ് പഠിപ്പിക്കും. വേറെ ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്, മത്സ്യത്തിനെ മരം കയറ്റാൻ പഠിപ്പിക്കും. ഒരു കാര്യമില്ല, ഇവൻ ടെൻഷൻ അടിച്ച് ജീവിക്കുക എന്നല്ലാതെ. അതുകൊണ്ടാണ് മറ്റേ ഈ പല ഫ്രേസുകളുണ്ടല്ലോ, അതായത് മിഡ് ലൈഫ് ക്രൈസിസ്, സീ ചേഞ്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വന്നത്. മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞതാണ് 30-35 വയസ്സായി, ജീവിതം മടുത്തു. എന്താണ്, ഇവൻ്റെ സ്കില്ലല്ല, പറ്റിയ ട്രെയിനിങ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമാതിരിയാണ് ആർട്ടിസ്റ്റ് പോയി ടെക്നോളജി ചെയ്യും, ടെക്നീഷ്യൻ പോയിട്ട് ആർട്ട് ചെയ്യും. അതെന്താ പറഞ്ഞാൽ, അത് അന്ന് അങ്ങനെയാണ് വിചാരിച്ചത്, പാരൻസ് അങ്ങനെയാണ് ചെയ്തത്, അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇതാണ് ഈ ഒരു സെൽഫ് റിയലൈസേഷൻ ഇല്ലാത്തതിന്റെ ഏറ്റവും അതാണ്. അതെ കരിയർ ഗൈഡൻസ്, ഇതിന് പകരം അവിടെ സെൽഫ് റിയലൈസ് ചെയ്യുന്നില്ല ആരും. അതാണ് ബാക്കിയുള്ള ഇൻപുട്ട് ആണ് ആൾക്കാർ തേടി പോകുന്നത്. അതെ ഇപ്പോൾ നമുക്കൊരു 11ാം ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പരിചയം വേണ്ടേ. എനിക്ക് ഡോക്ടറാണോ, എന്നാൽ ശരി ഡോക്ടറുടെ കൂടെ ഒരു ദിവസം നടക്കൂ. ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 96 പഠിച്ച സ്റ്റുഡൻറ്റ് എന്നെ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് വിളിച്ചു. മകൻ 12ാം ക്ലാസ് കഴിഞ്ഞ് അവൻ ആയുർവേദം പഠിക്കണം, ഏത് കോളേജാണ് സജസ്റ്റ് ചെയ്യുന്നത്? അവൻ ആദ്യം അവനോട് ചോദിക്കുക, നിനക്കിത് വേണോ? അച്ഛൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് മകന് അതേ അസുഖം വരരുതല്ലോ. നിനക്കിത് ഇഷ്ടമുണ്ടോ? അതായത് വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ചോദിക്കണം. എന്നിട്ട് അവൻ വേണം, ഇത് തന്നെയാണ് എൻ്റെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഒരു ഡീല് ഇതാണ്, നീ കോളേജ് ചേർക്കാം, കൃത്യമായിട്ട് സിലബസ് വെച്ച് നീ പഠിക്കണം, അത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മാഷ് പഠിപ്പിച്ചില്ല എന്ന് പറയരുത്, നീ ഇതിരുന്ന് വായിച്ച് പഠിക്കണം. നിനക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ആളെ വെച്ച് പഠിപ്പിക്കാം. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കണം. ഇതിനൊക്കെ മുമ്പായിട്ട് ഞാൻ നിന്നെ ഒരു മാസം എൻ്റെ കൂട്ടുകാരുടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. അവിടെ പോയിട്ട് നീ നിന്നിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അവരൊക്കെ ജീവിതം നിനക്ക് ഇഷ്ടമായി വിചാരിക്കുക എന്നാൽ ഞാൻ ചെയ്യാം. പക്ഷേ ഇത് ഡീൽ ഇതാണ്, 5.5 വർഷം എന്ന് പറഞ്ഞാൽ നിൻ്റെ ചുമതലയാണ്.
നീയാണ് പഠിക്കുന്നത്, നിൻ്റെ ചുമതല. പയ്യൻ ഇതിനൊക്കെ റെഡിയായി. ഇതൊക്കെ കഴിഞ്ഞ് വന്നിവൻ ആയുർവേദം പഠിക്കാൻ തുടങ്ങിയിട്ട് അവൻ പറഞ്ഞ് ഇത്രയും സുഖമുള്ള സാധനം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന്.